ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. നമുക്കിന്ന് 2 പേർക്കാണുള്ളത്. ഒന്ന് ഒരു ബാപ്റ്റിസത്തിൻ്റെ ഡെസേർട്ട് ടേബിൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ജംഗിൾ തീമിലുള്ള ഒരു ബർത്ത്ഡേ കേക്കും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ബാപ്റ്റിസത്തിലേക്കുള്ള മെയിൻ കേക്കാണ്. നമ്മൾ അന്നാസ് ഹോം ബേക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായെങ്കിലും ഒരുപാട് ഡെസേർട്ട് ടേബിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡെസേർട്ട് ടേബിൾ ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ഇപ്പോൾ ഇന്ന് ഈ ഡെസേർട്ട് ടേബിളിലോട്ട് ഈ മെയിൻ കേക്കുണ്ട്, അതുപോലെ കേക്ക് സിക്കിൾസ്, കേക്ക് പോപ്സ്, കപ്പ് കേക്ക്സ്, ഡോണറ്റ്സ്, അതുപോലെ ഡെസേർട്ട് കപ്സ് ഉണ്ട്, പിന്നെ ഹാർട്ട് സിക്കിൾസ് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉള്ള പാക്കേജാണ് നമ്മുടെ കസ്റ്റമർ സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് സമയത്തിന് തീർക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഐറ്റം മിസ്സായി പോകുമോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതാട്ടോ, അങ്ങനെയൊക്കെ 100 കൂട്ടം ടെൻഷനുണ്ട് ഡെസേർട്ട് ടേബിൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പം ഇനി നമ്മൾ നോർമൽ ജംഗിൾ തീമിലുള്ള ബർത്ത്ഡേ കേക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കിന്ന് വൈകുന്നേരം തന്നെ ചെറുപ്പങ്കിൽ ഡെലിവറി കൊടുക്കാനായിട്ടുള്ളതാണ്. ഇത് 1.5 കിലോ ഉള്ള കേക്കാണ്. അതുപോലെ ഇത് നമ്മൾ ടോൾ കേക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് അന്ന സ്പെഷ്യൽ ഡിലൈറ്റാണ്. നമ്മുടെ ഓൺ റെസിപ്പിയാണ്, നമ്മുടെ ഓൺ ഫ്ലേവറാണ്. അതുപോലെ ഞാൻ കേക്കിൻ്റെ സൈഡിലെല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്ത്, പിന്നെ ടോപ്പിൽ ഫുള്ള് ഗ്രാസ് നോസിൽ വെച്ച് ഗ്രാസ് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ പ്രിൻ്റ് വെച്ചിട്ടുണ്ട്. അതോടെ ആ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പാകത്തിനായി. ഇനി നമ്മൾ ഡെസേർട്ട് ടേബിളിലോട്ട് വേണ്ട കപ്പ് കേക്കിൽ ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തീർക്കണം. വൈകുന്നേരമാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തിയിട്ട് ഇതെല്ലാം പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു മോൻ്റെ ബാപ്റ്റിസമാണ്. അതുകാരണം തന്നെ കസ്റ്റമേഴ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാ ഐറ്റംസും ചെയ്തെടുക്കുന്ന ആ ഒരു കളർ തീമിലാണ്. ഇത് നമ്മളിപ്പോൾ ഹാർട്ട് സിക്കിൾസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഞാൻ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കാണ്ടായിരുന്നു വീഡിയോ എടുത്തത് കേട്ടോ. അതാണ് ഒരു ക്ലിപ്സും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാർട്ട് സിക്കിൾസിൽ ബ്ലൂ കളറുള്ള ചോക്ലേറ്റ് വെച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് സ്മോൾ സൈസ് ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൽ കവർ ചെയ്തിട്ട് ബ്ലൂ കളറുള്ള ഫോണ്ടൻ ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഡോണറ്റ്സും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ ഫോണ്ടൻ്റ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ട് അതിൽ ഗോൾഡൻ കളറുള്ള ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജംഗിൾ തീം ബർത്ത്ഡേ കേക്ക് ചെയ്ത കസ്റ്റമറിൻ്റെ മെസ്സേജ് വന്ന് കേക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് മോൻ്റെ പിക്കൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തന്നു. ഇനി നമ്മൾ പിന്നെ ഡെസേർട്ട് ടേബിളിലോട്ടുള്ള ഡെസേർട്ട് കപ്സ്, അതുപോലെ ജാർ കേക്ക്സ്, ഇതെല്ലാം നമ്മൾ ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്യണം. ഇപ്പോൾ 5:30 ആയി. പെട്ടെന്ന് ചടുപിടയെന്ന് പറഞ്ഞ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് ഹാളിലോട്ട് പോകാം. ഇത് നമ്മൾ ഷോർട്സിന് വേണ്ടി എടുത്ത ക്ലിപ്പായതാണ്. വീഡിയോയിൽ ഇത്രയും ഒരു സൈസേ വരുന്നുള്ളൂ. നമ്മളിത് ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഇവിടെ ഈ ഹോളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡെസേർട്ട് ടേബിൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ നടക്കുന്നത് പാലായിലെ മുരിക്കുംപുഴയിലുള്ള ഓർച്ചാർഡ് റിവർ മാൻഷൻ എന്ന് പറഞ്ഞ മീൻചില്ലാറിനോട് ചേർന്നിരിക്കുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. അതുപോലെ ഇവിടെ ഓപ്പൺ സ്റ്റേജും നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഫംഗ്ഷൻസിൽ ഡെസേർട്ട് ടേബിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അന്നാസ് ഈവൻസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റേജ് നമ്മുടെയല്ല. ഇതിനു മുമ്പ് നമ്മളിവിടെ അങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഈ സീസണിൽ ഹോളി കമ്മ്യൂണിയനും ബാപ്റ്റിസത്തിനും ഒക്കെ വേണ്ടി നമ്മുടെ തന്നെ സ്റ്റേജും ഡെസേർട്ട് ടേബിളും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുമേ. ഓക്കെ, നമ്മുടെ ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.